ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കോഡ് സെറ്റിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ടീനേജ് പ്രായത്തിലുള്ള കുട്ടികൾക്കൊക്കെ യൂഷ്വലായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റാണ് കേട്ടോ. അതുപോലെ തന്നെ കോളേജിൽ പോകുമ്പോഴും പുറത്ത് പോകുമ്പോഴൊക്കെ ഇടാൻ പറ്റുന്ന ഒരു അടിപൊളി കോഡ് സെറ്റാണിത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് ഡെൽറ്റ ക്രഷിൻ്റെ മെറ്റീരിയലാണ്. ഇത് 2 മീറ്ററാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ വിഡ്ത്ത് വന്നിട്ടുള്ളത് 58 ഇഞ്ചസാണ് കേട്ടോ. അതുകൊണ്ടാണ് നമുക്കിത് 2 മീറ്റർ കൊണ്ട് പാൻറ്റും ടോപ്പൊക്കെ അടിക്കാൻ പറ്റുന്നത്. നോർമലായിട്ട് ഒരു ക്ലോത്തിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 44 ഇഞ്ചസ് ആയിരിക്കും. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഇത് 3 മീറ്ററൊക്കെ എന്തായാലും വേണ്ടി വരും. അപ്പം 2 മീറ്റർ കൊണ്ട് നമുക്ക് എന്തായാലും പാൻറ്റും ടോപ്പും കൂടി സ്റ്റിച്ച് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഇതുപോലെ 58 ഇഞ്ചസ് വിഡ്ത്ത് ഉണ്ടെങ്കിൽ നമുക്ക് 2 മീറ്റർ തന്നെ മതിയാവും. അല്ലെങ്കിൽ നമ്മളെപ്പോഴും 3 മീറ്റർ വാങ്ങാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ഞാൻ ആദ്യം കട്ട് ചെയ്തെടുക്കുന്നത് ഇതിൻ്റെ പാൻറ്റ് പോർഷനാണ് കേട്ടോ. അപ്പോൾ പാൻറ്റിന് വേണ്ടിയിട്ട് ഇതുപോലെ ക്ലോത്തിനെ 4ആയിട്ടൊന്ന് മടക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ പാൻറ്റിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള വിഡ്ത്ത് എന്ന് പറയുന്നത് 13 ഇഞ്ചസാണ് കേട്ടോ. അതുപോലെ തന്നെ പാൻറ്റിൻ്റെ ലെങ്ത്ത് എടുക്കുന്നത് 38 ഇഞ്ചസാണ് എനിക്ക് ലെങ്ത്ത് വേണ്ടത്. അപ്പോൾ നമുക്ക് ഒരു 3 ഇഞ്ചസ് എക്സ്ട്രാ ഞാൻ മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ എന്തിനാന്ന് വെച്ചാൽ ആദ്യം തന്നെ നമുക്ക് ബെൽറ്റിന് വേണ്ടിയിട്ട് ഒരു 2 ഇഞ്ചസ് ഇലാസ്റ്റിക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു 2 ഇഞ്ചസാണ് മാർക്ക് ചെയ്തെടുക്കുന്നത്. അതിൻ്റെ അവിടുന്ന് താഴേക്ക് 38 ഇഞ്ചസ് മാർക്ക് ചെയ്തെടുക്കും. പിന്നെ 1 ഇഞ്ച് നമുക്ക് എന്ത് ചെയ്യണം, താഴെ ഭാഗം കൂടി ഒന്ന് മടക്കി തയ്ക്കാനായിട്ട് നമുക്ക് ആവശ്യം വരും. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഞാൻ 41 ഇഞ്ചസാണ് എടുക്കുന്നത്. ഇനി നമുക്ക് വേസ്റ്റ് ലെങ്ത് ആണ് എടുക്കേണ്ടത്. എൻ്റെ ടോട്ടൽ വേസ്റ്റ് ലെങ്ത്ത് എന്ന് പറയുന്നത് 28 ഇഞ്ചസാണ് കേട്ടോ. അപ്പോൾ 28നെ 4ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 7 ഇഞ്ചസാണ് കിട്ടുന്നത്. അതിലേക്ക് ഞാനൊരു 3 ഇഞ്ച് കൂടി എക്സ്ട്രാ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇലാസ്റ്റിക് വലിഞ്ഞിട്ട് നിൽക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 3 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അതിൻ്റെ അവിടെ നിന്നും താഴേക്ക് ഒരു 12 ഇഞ്ചാണ് കേട്ടോ മാർക്ക് ചെയ്തെടുക്കുന്നത്. നമ്മുടെ ക്രോസ് ലെങ്ത്തിന് വേണ്ടിയിട്ട് 12 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ മാർക്ക് ചെയ്തതിനൊക്കെ ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ക്രോസ് ലെങ്ത്തിൻ്റെ ആ ഒരു കോർണറൊന്ന് ഷേപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് പാൻറ്റിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 2 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തല്ലോ, അവിടുന്ന് താഴേക്ക് ഒരു 38 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് 1 ഇഞ്ച് എക്സ്ട്രാ ഞാൻ അവിടെ താഴെ മടക്കി തയ്ക്കാനായിട്ട് 1 ഇഞ്ച് എക്സ്ട്രാ കൂടി മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പാൻറ്റിൻ്റെ താഴെ ഭാഗത്തായിട്ട് ഒരു 8 ഇഞ്ചാണ് കേട്ടോ മാർക്ക് ചെയ്തെടുക്കുന്നത്. 8 ഇഞ്ച് വിഡ്ത്ത് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. കുറച്ച് ലൂസിലായിട്ടാണ് ഈ ഒരു പാൻറ്റ്, നന്നായി ടൈറ്റിലായിട്ടില്ല കേട്ടോ, കുറച്ച് ലൂസിലായിട്ടാണ് ഈ ഒരു കോഡ് സെറ്റിന് വേണ്ടിയിട്ടുള്ള പാൻറ്റ് ചെയ്തെടുക്കുന്നത്. എന്നാൽ നല്ല ലൂസും അല്ല, 8 ഇഞ്ച് എറിയുമ്പോൾ ഒരു മീഡിയം സൈസിലാണ് വരുന്നത്. അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്തതിലൂടെയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ പാൻറ്റിന് വേണ്ടിയിട്ട് നമ്മളിതുപോലെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി വന്നിട്ടുള്ള ക്ലോത്തില്ലേ, അതിൽ നിന്നും ആദ്യം തന്നെ സ്ലീവ്സിന് വേണ്ടിയിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റിയെടുക്കാം. അപ്പോൾ ഇവിടെ എക്സ്ട്രാ കുറച്ചൊരു പീസ് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഭാഗത്ത് നിന്നാണ് ഞാൻ സ്ലീവ്സിന് വേണ്ടിയിട്ട് സ്ലീവ്സിൻ്റെ വിഡ്ത്തൊക്കെ നോക്കിയിട്ട് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ഭാഗം ഒന്ന് സെപ്പറേറ്റ് ആയിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് സ്ലീവ്സിന് വേണ്ടിയിട്ട് ഉള്ള പീസാണ്. ഇനി ബാക്കി വന്നിട്ടുള്ള ഈ ഒരു പീസിൻ്റെ ഒരു എഡ്ജ് ഇതുപോലെ 4ആയിട്ടൊന്ന് മടക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ടത് നമ്മുടെ യോക്ക് ഭാഗമാണ്. അപ്പോൾ ഇതുപോലെ 4ആയിട്ടൊന്ന് മടക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഫോൾഡ് ചെയ്യുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അത് നമ്മുടെ ആ ഒരു സൈഡിലേക്ക് ആക്കിയിട്ട് വേണം എപ്പോഴും ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ വിഡ്ത്ത് വന്നിട്ടുള്ളത് 13 ഇഞ്ചസാണ് കേട്ടോ. അതുപോലെ തന്നെ എനിക്ക് ലെങ്ത് ആയിട്ട് വേണ്ടത്, യോക്കിൻ്റെ ലെങ്ത്ത് ആയിട്ട് ഞാൻ എടുക്കുന്നത് 12 ഇഞ്ചസാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ 11 13 ഒക്കെ ആക്കിയിട്ട് കൂട്ടും കുറക്കൊക്കെ ചെയ്യട്ടോ. പക്ഷേ അധികം നമ്മൾ ഇറക്കാതിരിക്കുന്നതായിരിക്കും എപ്പോഴും ബെറ്റർ. കാരണം ഈ ഒരു കോഡ് സെറ്റിൻ്റെ ആ ഒരു ഞൊറിവ് വരുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ, അത് എപ്പോഴും കുറച്ചൊന്ന് ഹൈയിൽ പൊന്തി നിൽക്കുമ്പോഴാണ് ആ ഒരു ഭംഗി വരുന്നത്. അടുത്തതായിട്ട് നമുക്ക് എടുക്കേണ്ടത് ഷോൾഡറിൻ്റെ ലെങ്ത്താണ്. അപ്പോൾ ഷോൾഡറിന് വേണ്ടിയിട്ട് ഞാനിവിടെ 7.5 ഇഞ്ചസാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ആം ഹോളും മാർക്ക് ചെയ്തെടുക്കാം. അതും 7.5 ഇഞ്ചസാണ് മാർക്ക് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് ആം ഹോളിൻ്റെ ആ ഒരു കർവൊക്കെ ഒന്ന് വരച്ചെടുക്കാം.
ഇനി നമുക്ക് ചെസ്റ്റ് ലെങ്ത് ആണ് എടുക്കേണ്ടത്. അപ്പം ഇവിടെ ടോട്ടൽ ചെസ്റ്റ് ലെങ്ത് ഞാൻ എടുക്കുന്നത് 34 ഇഞ്ചസാണ് കേട്ടോ. അപ്പോൾ അതിനെ 4ആയിട്ട് മടക്കിയിട്ട് ചെയ്യുമ്പോൾ ഒരു ഭാഗത്ത് 8.5 ഇഞ്ചസാണ് കിട്ടുന്നത്. അതിലേക്കൊരു 1.5 ഇഞ്ചസും കൂടി സീം അലവൻസിനും കൂടി മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ താഴെ ഭാഗത്തും അതുപോലെ തന്നെ ഒന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാർക്ക് ചെയ്തതിനൊക്കെ ഒന്ന് വരച്ചെടുക്കാം. ഇനി അതിലൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഫ്രണ്ടും ബാക്കും യോക്ക് പാർട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് യോക്കിന് വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ബാക്കി വന്നിട്ടുള്ള ഒരു പീസ് ഉണ്ടല്ലോ, അതിൽ ഞാൻ 18 ഇഞ്ചസാണ് കേട്ടോ താഴേക്ക് ലെങ്ത്തായിട്ട് എടുക്കുന്നത്. അപ്പോൾ 12 ഇഞ്ചും മുകളിൽ യോക്കിൻ്റെ ഒരു പാർട്ടും താഴേക്ക് 18 ഇഞ്ചസാണ്. അപ്പം എക്സ്ട്രാ 1 ഇഞ്ച് കൂടെ ഒന്ന് മടക്കി തയ്ക്കാനും തയ്യൽ തുമ്പിനൊക്കെ വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ മാർക്ക് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ടോപ്പിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് 30 ഇഞ്ചസാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗമാണ് നമുക്ക് ഒരു ഞൊറി വിട്ടിട്ട് താഴെ ഭാഗത്തേക്ക് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് തന്നെ ആ ഒരു ഭാഗത്ത് ഇതുപോലെ നന്നായിട്ട് തന്നെ നമുക്ക് ഞൊറി വിട്ടിട്ടൊന്ന് എടുക്കാം. അപ്പോൾ യോക്കിൻ്റെ താഴെ ഭാഗത്ത് നമുക്ക് പ്ലീറ്റ്സ് ഇടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് കറക്റ്റ് ആക്കിയിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്തെടുത്തിട്ടില്ല ഉള്ളിലേക്ക് തയ്യൽ തുമ്പായിട്ട് പോകുന്ന അതുവരെ ഞാൻ നേരെ ഒരു ലൈനായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ ശേഷമാണ് കേട്ടോ ഈ ഒരു ഞൊറിവ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഞൊറിവൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. ഫ്രണ്ടിലും ബാക്കിലും സെയിം ഒരു മെത്തേഡിൽ തന്നെ ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് അത്യാവശ്യം തിക്നെസ് ഉള്ള ഒരു ക്ലോത്ത് തന്നെയാണ്. എന്നാലും ഇത് പുറത്തേക്കൊക്കെ പോകുമ്പോൾ നമുക്ക് ഇടാനുള്ളതായതുകൊണ്ട് തന്നെ ഞാൻ ഇതിന് വേണ്ടിയിട്ട് ലൈനിങ് പീസും സെയിം മെത്തേഡിൽ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ലൈനിങ്ങും ഇതിൻ്റെ കൂടെ ഞാൻ ആഡ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ മെയിൻ ഫാബ്രിക്കിൻ്റെ നല്ല വശത്തിന് മുകളിലായിട്ടാണ് കേട്ടോ ഈ ഒരു ലൈനിങ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ലൈനിങ് വെക്കുമ്പോഴും ലൈനിങ്ങിൻ്റെ നല്ല വശവും ഫാബ്രിക്കിൻ്റെ നല്ല വശവും ഒരുമിച്ചാക്കി വെക്കുക. തയ്യൽ തുമ്പ് കാണുന്ന ഭാഗം മുകളിലേക്കാക്കിയിട്ട് ഇതുപോലെ വെച്ചിട്ട് ഒന്ന് പിൻ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് നെക്കിൻ്റെ ആ ഒരു മെഷർമെൻറ്റ്സാണ് എടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു ഷോൾഡർ ലെങ്ത്ത് ഞാൻ എടുത്തിട്ടുള്ളത് 14 ഇഞ്ചസ് ആയിരുന്നു. അപ്പോൾ തയ്യൽ തുമ്പിന് വേണ്ടിയിട്ട് ഒരു 1/2 ഇഞ്ച് അവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു 3.5 ഇഞ്ചസ് ഞാൻ ഷോൾഡറിന് വേണ്ടിയിട്ട് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. സെയിം രണ്ട് ഭാഗത്തും 3.5 ഇഞ്ചസും മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ ചെയ്തെടുത്തപ്പോൾ എനിക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത് 6.5 ഇഞ്ചസാണ് നെക്കിൻ്റെ വിഡ്ത്തായിട്ട് കിട്ടുന്നത്. അതുപോലെ തന്നെ നെക്കിൻ്റെ ഡീപ്പ് എടുക്കുന്നത് 6 ഇഞ്ചസാണ് കേട്ടോ. അപ്പോൾ 1/2 ഇഞ്ചസ് നമുക്ക് മുകൾ ഭാഗത്ത് ഷോൾഡറിൻ്റെ അവിടെ നമ്മൾ തയ്യൽ തുമ്പായിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ 5.5 ഇഞ്ചസ് ആയിരിക്കും ടോട്ടൽ കിട്ടുന്നത്. അപ്പോൾ ഇതുപോലെ 6.5 ഇഞ്ചസും താഴെ ഭാഗത്തൊന്നും മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മിഡിൽ പാർട്ട് ഒന്ന് 3.25 മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു റൗണ്ട് നെക്കാണ് ഞാൻ ചെയ്തെടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഒരു കർവ് വരുന്നുണ്ടല്ലോ, ആ ഒരു ഭാഗത്ത് 3.5 ഇഞ്ചസാണ് മുകളിൽ നിന്ന് താഴേക്ക് ഒരു 3.5 ഇഞ്ചസ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു കർവിലൊന്ന് വരച്ചെടുക്കാം. ഇതുപോലെ നമുക്ക് വളരെ എളുപ്പത്തിൽ നെക്ക് വരച്ചെടുക്കാം. ഇനി ഇതില്ലെങ്കിൽ ക്യാൻവാസ് പേപ്പറിലോ ഒക്കെ വരച്ചെടുത്തിട്ട് നമുക്ക് നെക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രണ്ട് നെക്കാണ് കേട്ടോ അപ്പോൾ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ബാക്ക് നെക്കും കൂടി ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ സെയിം മെത്തേഡിൽ തന്നെ ഈ ഒരു ഫാബ്രിക്കിൻ്റെ മുകളിൽ ലൈനിങ് വെച്ച് കൊടുക്കുന്നുണ്ട്. 1/2 ഇഞ്ച് രണ്ട് സൈഡിലും മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഷോൾഡറിന് വേണ്ടിയിട്ട് ഒരു 3.5 ഇഞ്ചസ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ബാക്ക് സൈഡിൽ ഒരു ബോക്സ് ടൈപ്പിലാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അപ്പോൾ 2 ഇഞ്ചസാണ് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ തയ്യൽ തുമ്പിന് വേണ്ടിയിട്ട് ഒരു 1/2 ഇഞ്ചസ് ഞാൻ മാർക്ക് ചെയ്താൽ വിട്ടുപോയി. അപ്പോൾ ഒരു 1/2 ഇഞ്ചും കൂടി എക്സ്ട്രാ മാർക്ക് ചെയ്തിട്ട് 2.5 ഇഞ്ചസ് ആക്കിയിട്ട് മാർക്ക് ചെയ്തിട്ട് വരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ ഒരു ബോക്സ് ടൈപ്പിലാണ് ബാക്ക് നെക്ക് ചെയ്തെടുക്കുന്നത്. ഇനി ആ വരച്ചെടുത്തതിലൂടെയൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് ബാക്കി വന്നിട്ടുള്ള ഒരു പീസിനൊക്കെ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ക്രോസ് കട്ട് ഒന്നും കൂടി ചെയ്ത് കൊടുക്കുന്നുണ്ട്, മറിച്ചിട്ടെടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട്. ഇതുപോലെ ചെറിയൊരു കട്ടും കൂടി സ്റ്റിച്ചുമ്മലൊന്നും കൊള്ളാതെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട്. ഈ മെത്തേഡിൽ തന്നെ നമുക്ക് ബാക്ക് നെക്കും കൂടി കട്ട് ചെയ്തെടുക്കാം.
എന്നിട്ട് ഇതിൻ്റെ കോർണർ വരുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ, അവിടെയാണ് നമ്മൾ കട്ടിട്ട് കൊടുക്കേണ്ടത്. ജസ്റ്റ് അവിടെ ഒരു കട്ടിട്ട് കൊടുത്താൽ തന്നെ നമുക്ക് മറിച്ചിട്ടെടുക്കാൻ ഈസി ആയിരിക്കും. അപ്പോൾ ഇതുപോലെ നമ്മുടെ നെക്ക് രണ്ടും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബാക്ക് നെക്ക് ഇതുപോലെയാണ് ചെയ്തിട്ടുള്ളത്. അടുത്തതായിട്ട് ഇനി നമുക്ക് ഷോൾഡറാണ് ജോയിൻ ചെയ്തെടുക്കാനുള്ളത്. അപ്പം ഇതുപോലെയാണല്ലോ നമ്മുടെ ഒരു ക്ലോത്ത് വരുന്നത്. അതിനെ ഇതുപോലെ ഒന്ന് ഓപ്പൺ ആക്കി ചെയ്തിട്ട് ഇതിൻ്റെ നല്ല വശത്തിന് മുകളിലായിട്ട് ബാക്ക് സൈഡും കൂടി വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ആ ഒരു ലൈനിങ് പീസും മെയിൻ ക്ലോത്തും സെയിം ഭാഗത്ത് വരുന്നത് പോലെ ഇതുപോലെ ഓപ്പൺ ചെയ്തിട്ട് ആ ഒരു എഡ്ജ് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ ആ ഒരു ഷോൾഡറിൻ്റെ ആ ഒരു ഭാഗം നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. തയ്യൽ തുമ്പൊന്നും കാണാതെ തന്നെ നമ്മുടെ ആ നെക്കിൻ്റെ ആ ഒരു ഭാഗവും എല്ലാം നമുക്ക് നല്ല വൃത്തിയിലായിട്ട് തന്നെ കിട്ടും. കണ്ടില്ലേ, ഇതുപോലെ ആ ഒരു കോർണർ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടുന്നതായിരിക്കും. എന്നിട്ട് നമുക്ക് തിരിച്ചിട്ടാൽ നമ്മുടെ നെക്കിൻ്റെ ഭാഗം ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഇനി നമുക്ക് ആ നെക്കിൻ്റെ ഒരു എഡ്ജൊക്കെ ഒന്ന് പതിച്ചൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാനുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്ക് സൈഡും തയ്യൽ തുമ്പൊന്നും കാണാതെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഈ ഒരു മെത്തേഡിൽ ചെയ്യുമ്പം, അല്ലെങ്കിൽ നമ്മൾ ആ ഞെറിവൊക്കെ ചെയ്യുന്നിടത്ത് തയ്യൽ തുമ്പൊക്കെ കാണുമല്ലോ. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഒന്നുകൂടെ പ്രൊഫഷണലായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് പോലെ ആയിരിക്കും കേട്ടോ. ഇനി നമ്മൾ സ്ലീവ്സിന് വേണ്ടിയിട്ട് ആദ്യമേ കട്ട് ചെയ്ത് മാറ്റി വെച്ചിരുന്നല്ലോ, അതിനെ ഇതുപോലെ 4ആയിട്ടൊന്ന് മടക്കി എടുത്തിട്ടുണ്ട്. സ്ലീവ്സിൻ്റെ ലെങ്ത്ത് വന്നിട്ടുള്ളത് 14 ഇഞ്ചസാണ്. അതുപോലെ വിഡ്ത്തായിട്ട് വരുന്നത് 10 ഇഞ്ചസാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 9 ഇഞ്ചസാണ് ആം ഹോളിന് വേണ്ടിയിട്ട് മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇനി താഴേന്ന് ഇങ്ങോട്ട് ഒരു 3 ഇഞ്ചും കൂടി മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു സ്ലീവ്സിൻ്റെ ഒരു ആം ഹോളിൻ്റെ ഒരു ഷേപ്പ് ഉണ്ടല്ലോ, അതൊന്ന് മാർക്ക് ചെയ്തെടുക്കാം. ആ 3 ഇഞ്ച് മാർക്ക് ചെയ്ത് അങ്ങോട്ടാണ് വരച്ചെടുക്കുന്നത്. താഴെ ഭാഗത്ത് മുഴുവനായിട്ടും ഞാൻ ആ 10 ഇഞ്ച് മുഴുവനായിട്ടും അങ്ങനെ എടുക്കുന്നുണ്ട് കേട്ടോ, ഫ്രില്ലിട്ട് ചെയ്തെടുക്കാനായിട്ടാണ്. ഇനി നമ്മൾ ആ മാർക്ക് ചെയ്തതിൻ്റെ ആ ഒരു ഭാഗം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇപ്പോൾ സ്ലീവ്സിന് വേണ്ടിയിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ മുകൾ ഭാഗത്തും ചെറുതായിട്ട് ഫ്രില്ല് ചെയ്തിട്ടുണ്ട്, താഴെയും പ്ലീറ്റ്സ് ഇട്ടിട്ടാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ താഴെ ഭാഗത്ത് ഒരു ബോർഡർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു 10 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മുടെ സ്ലീവ്സിൻ്റെ താഴെ ഭാഗത്തായിട്ട് ചെയ്തെടുക്കാനാണ് കേട്ടോ. അപ്പം ഇതുപോലെയാണ് സ്ലീവ്സ് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി താഴെ ഭാഗത്തും കൂടി നമുക്കൊന്ന് ഫ്രില്ലിട്ടിട്ട് പ്ലീറ്റ്സ് ഇട്ടിട്ട് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കാനും കൂടി ഉണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫൈനൽ ലുക്ക് ഒന്ന് കണ്ടാലോ.